എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാനൽ റീഡിംഗ് ചാനലായിട്ടുള്ള മാച്ച് ചാറ്റിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാരുടെ ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ താഴെ ഡീറ്റെയിൽസിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പനിയൊക്കെ ആയിരുന്നത് കൊണ്ടാണ് റീഡിങ്സ് ഒന്നും ഇടാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. എപ്പോഴും ബെറ്റർ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. സോ രോഹിണി നക്ഷത്രക്കാരുടെ നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Wands, Ten of Wands, Six of Swords, Two of Cups, Five of Wands, Full Energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 of Wands എനർജി കണക്ഷൻസ് ഫസ്റ്റ്. ഈ ഒരു മാസം പൊതുവെ കുറച്ച് എന്താണ് ആത്മീയ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. കാരണം പൊതുവേ കഴിഞ്ഞ മാസത്തിൽ കുറച്ച് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഈ മാസങ്ങളിലും ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ തലമുക്കി വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് മാനസികമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ എന്ന് വെച്ചാൽ സുഖദുഃഖ സമ്മിഷ്ടമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നല്ല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ ഇടയ്ക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോവുക, പള്ളികളിൽ പോവുക, അതേപോലെ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻവോൾവ് ആവുന്നത് മനസ്സിനൊരു പിടിച്ചു നിൽക്കാനുള്ളൊരു ശക്തി കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരാശ്രയം നമ്മുടെ മനുഷ്യരെ അല്ലാതെ നമുക്ക് നമ്മുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. ഇപ്പം ചില ആളുകൾ ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും അതായത് അതേപോലെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സന്തോഷവും ഒരു തൃപ്തിയും തരുന്ന കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏത് കാര്യവും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പൊതുവെ തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്ന് അതേപോലെ തന്നെ 10 of Wands എനർജി കണക്ഷൻസ് ആണ്. വിട്ട് കളയേണ്ടത് ഇതിപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് മടുത്തു, ഇനി അങ്ങോട്ടേക്ക് ഇത് തുടരാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച കാര്യമായിരിക്കും. പക്ഷെ മടുത്തു നിങ്ങൾ മനസ്സിൽ പറയുമ്പോഴും വീണ്ടും തിരിച്ചതിലേക്ക് വരുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഞങ്ങൾ ഫൈനലി തീരുമാനിക്കുകയാണ് ഇനി പറ്റില്ല, തീർച്ചയായിട്ടും ഇതൊട്ടും തന്നെ പറ്റില്ല, മടുത്തു, ഇനി ഇതായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാവും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം. കാരണം നിങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഇട്ട് പോകുന്നു ബാക്ക് ആൻഡ് ഫോർത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഫൈനലി തീരുമാനിക്കും ഇനി ഇത് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരെയും സംബന്ധിച്ച് പല സാഹചര്യം അനുസരിച്ചിട്ടാണ്. അപ്പം ചില ആളുകൾ ജോലിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോലി വിട്ടിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ചധികം നാളായിട്ടും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഒരുപക്ഷെ പുതിയൊരു ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന് ഇത്രയും നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല പല കാരണങ്ങളാവാം. അപ്പം ഫൈനലി നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ജോലി ഇട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് ബേർഡൻ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ ജോലി അല്ലാതെ മറ്റു ജോലികൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒബ്ലിഗേഷൻസ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ട് അത് ഏറ്റെടുത്തൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾക്ക് മാറുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ട് ജീവിക്കുന്നത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരുടെ ജോലി കൂടി നിങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് ജോലി തരുന്നുണ്ടാവും, നിങ്ങളവിടെ നോ പറയാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്
അല്ലെങ്കിൽ ഇതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന്, അതായത് മറ്റുള്ളവർ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ ജോലിയാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക നിങ്ങൾ അവർക്ക് ഹെൽപ്പാണ് ചെയ്യുന്നതല്ലാണ്ട് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളത്. കാരണം പലപ്പോഴും ആളുകൾ സ്ഥിരമായിട്ട് ഹെൽപ്പ് ചെയ്ത് അത് നിങ്ങളുടെ ജോലിയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും. ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുക. ചില ആളുകൾ ജോലി ക്വിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം രണ്ടും കൽപ്പിച്ച് നിർത്തുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് മുന്നേറ്റമാണ്. അപ്പം എന്തോ ഒരു കാര്യം നിങ്ങൾ പര്യവസാനിപ്പിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. കാരണം 6 of Swords എനർജിയാണ്, യു ആർ മൂവിങ് ഫോർവേഡ്. അപ്പോൾ ചിലപ്പോൾ ഇമിഗ്രേഷനാണ് ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ജോലി നിർത്തി നിങ്ങൾ വിദേശത്തേക്ക് ചേക്കേറി പോകുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ ഇമിഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ വിദേശത്ത് പോയിട്ട് പിന്നീട് അവിടെ ജോലി കണ്ടെത്താം എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ വിദേശത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. അല്ലാതെ അപ്പോൾ ജോലി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് വിദേശത്തേക്ക് പോകുന്ന എനർജി ഉണ്ട്. അപ്പോൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം കടൽ കടന്നു പോകുന്ന എനർജിയാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന എനർജി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയ സമയമാണ്. ഓൾറെഡി എല്ലാം ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ വിസ, പെർമിറ്റ് കാര്യങ്ങളൊക്കെ, വർക്ക് പെർമിറ്റൊക്കെ കിട്ടുന്ന മാസമായിരിക്കും. മാസം അതിൻ്റെ സന്തോഷം, ആനന്ദം കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ പാസ്പോർട്ടായിരിക്കും. കാരണം ഇപ്പോൾ പാസ്പോർട്ട് പോലും എടുത്തു വെച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ പാസ്പോർട്ട് റെഡിയായി ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതും ആവാം. എന്തായാലും ആ ഒരു എനർജി പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് മുന്നേറ്റം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ജോലി ക്വിറ്റ് ചെയ്ത് ആ ഒരു ധൈര്യം സംഭരിച്ച് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ കോൾ കാര്യങ്ങൾ, പിന്നെ പുതിയ ജോലിയിലേക്ക് കയറുന്ന സിറ്റുവേഷൻ, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലാതിരുന്നുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വരുന്നു, മുന്നേറുന്നു എന്നുള്ളൊരു എനർജി. നെക്സ്റ്റ് വന്നിട്ട് 2 of Cups എനർജി കണക്ഷൻസ് ആണ്. വിവാഹം, പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അത് പാർട്ട്ണർഷിപ്പിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ്. അപ്പോൾ അതൊരു പക്ഷേ വിവാഹമാകാം, അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് ആവും ഇത് സൂചിപ്പിക്കണം. എന്തായാലും ഒരു സൗഹൃദം ഇവിടെ എന്തായാലും ഉടലെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലെന്ന് പറയുന്നത് വളരെ നല്ലൊരു വിശ്വാസമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കി പോകുന്നു. അതിന് വിവാഹ ഉടമ്പടിയാണെങ്കിലും അതൊരു ബിസിനസ് ഉടമ്പടിയാണെങ്കിലും രണ്ടുപേരുടെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ് ഇതിവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. 5 of Wands എനർജിയാണ്. കോമ്പറ്റീഷൻ സൂചിപ്പിക്കുന്ന മെയിൻലി ബിസിനസ് മേഖലയിലാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സിമിലർ ബിസിനസ് ചെയ്യുന്ന ആളുകൾ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് പാനിക് ആവാതെ, ഭയപ്പെടാതെ നിങ്ങളുടെ ബിസിനസ്സിനെ, അവരുടെ ബിസിനസ് എന്താണോ അവരെങ്ങനെയാണോ നോക്കുന്നതിന് പകരം നിങ്ങളുടെ ബിസിനസ്സിനെ ഏത് രീതിയിൽ മികച്ചതാക്കാം, എന്ത് രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം അത് മുന്നേറാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ച് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം എന്നില്ല. നിങ്ങൾ അതിനേക്കാൾ ബെറ്ററായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷൻസ് എന്തെങ്കിലും ചേഞ്ച് ആകുമ്പോൾ, ചലഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. പക്ഷെ അപ്പോഴും അത് കുറച്ച് നേരത്തേക്കാണ്. പതുക്കെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വീണ്ടും വീണ്ടെടുക്കുകയാണ്. കാരണം നിങ്ങൾ കുറച്ച് ആത്മീയവും മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളതുകൊണ്ടും നിങ്ങൾ ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയത്തേക്കുള്ള ആ ഒരു അസ്വസ്ഥതകളും നെഗറ്റിവിറ്റീസും ഒഴിച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒന്നും കാണുന്നില്ല. എല്ലാത്തിനെയും അതിജീവിച്ച് പോകാനുള്ള ഒരു
മനക്കരുത്ത് കാര്യങ്ങൾ നിങ്ങളിലുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നിങ്ങൾ സന്തുഷ്ടരാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.